നമസ്കാരം. അഷ്ടലക്ഷ്മി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയെ പറ്റിയാണ്. ഭാരതമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആചരിക്കുന്നത് ചന്ദ്രമാസത്തിലെ കലണ്ടറിൻ്റെ തിഥിയെ അടിസ്ഥാനമാക്കിയാണ്. ഇതനുസരിച്ചിട്ട് ഭദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയാണ്, അതായത് ആഗസ്റ്റ് 16-നാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർ വൃന്ദാവനത്തിലുൾപ്പെടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്, ഭഗവാന്റെ ജന്മാഷ്ടമിയായിട്ട് ആഘോഷിക്കുന്നത് ആഗസ്റ്റ് 16 ശനിയാഴ്ചയാണ്. കേരളത്തിൽ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയാണ് നമ്മൾ ഭഗവാന്റെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത്. ഗുരുവായൂർ ഉൾപ്പെടെ നമ്മൾ ആഘോഷിക്കുന്നത് അഷ്ടമി രോഹിണിയാണ്. അത് സെപ്റ്റംബർ 14 വരുന്നത്. ഇങ്ങനെ ഒരു വ്യത്യാസം വരാൻ കാരണം നമ്മൾ സൂര്യപഞ്ചാംഗത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ കലണ്ടർ വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് ദിവസമാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ആഘോഷിക്കേണ്ടത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നേക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് ദിവസമാണോ, നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഏത് ദിവസമാണോ ആഘോഷിക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന. ആ ദിവസം നിങ്ങൾക്ക് വ്രതമെടുക്കാനും പൂജകൾ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വൃന്ദാവനത്തിലുൾപ്പെടെ ഈ വരുന്ന ഓഗസ്റ്റ് 16 ജന്മാഷ്ടമിയായിട്ട് ആഘോഷിക്കും. ഇനി ജന്മാഷ്ടമി ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളുടെയൊക്കെ പിറന്നാൾ നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കാവുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, പായസം, സദ്യയൊക്കെ ഒരുക്കാറുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് ഭഗവാനും ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ സന്താന ഭാഗ്യത്തിന് ശ്രീകൃഷ്ണ ജയന്തി ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. സന്താന ഭാഗ്യത്തിന് വേണ്ടി മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഈ ദിവസം വ്രതമെടുക്കാവുന്നതാണ്. ഈ ദിവസം പ്രാർത്ഥനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും വേഗത്തിൽ ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത്. വ്രതമെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏകാദശി എടുക്കുന്ന പോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി വ്രതവും എടുക്കാവുന്നതാണ്. അതായത് തലേ ദിവസം ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിച്ചിട്ട് പിറ്റേ ദിവസം പൂർണ്ണമായിട്ട് ഉപവാസം ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ പാലോ ഒക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. അതിനുശേഷം ശ്രീകൃഷ്ണ ജയന്തിയുടെ പിറ്റേ ദിവസം രാവിലെ തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ വ്രതം എടുക്കുന്നവർ രാവിലെ തന്നെ കുളിച്ച് വന്ന് ഭഗവാന്റെ പാദം വരയ്ക്കാവുന്നതാണ്. പാദം അരിപ്പൊടി കൊണ്ട് പാദം വരയ്ക്കണം. പാദം വരയ്ക്കുന്നത് ഭഗവാൻ നമ്മുടെ വീട്ടിൽ വരുന്നു എന്നതിൻ്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി കൊണ്ട് ഭഗവാന്റെ കാൽപാദം വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ച് പൂജകൾ ചെയ്യുന്നതും വളരെ ഉത്തമം, ഐശ്വര്യവുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യണം. സന്താന ഭാഗ്യത്തിനായി വ്രതമെടുക്കുന്നവർ ഭഗവാന്റെ കാൽപാദം വരച്ച് പൂജകൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം ഈ സമയത്തിനുള്ളിൽ അവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ പാദം വരയ്ക്കുന്ന സമയത്ത് ആദ്യം വലത് പാദമാണ് വരയ്ക്കേണ്ടത്. ഭഗവാന്റെ പിറന്നാൾ ദിവസം ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാൽപ്പായസം, വെണ്ണ, തൈര്, അതുപോലെ തന്നെ അവൽ, ശർക്കര, ഇതൊക്കെ ഭഗവാന് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ ഒരു തുളസിയില കൂടി അതിൽ വെച്ച് വേണം സമർപ്പിക്കാൻ. തുളസിയിലയ്ക്ക് അത്രയും പ്രാധാന്യമാണുള്ളത്. തുളസിയില ഉണ്ടെങ്കിലാണ് ഭഗവാൻ അത് സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സമർപ്പിച്ചാലും ഒരു തുളസിയില കൂടെ അതിൻ്റെ കൂടെ വെച്ച് വേണം സമർപ്പിക്കാൻ. പിന്നെ ഭഗവാൻ ഇത് തന്നെ സമർപ്പിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ മതി. ഭഗവാൻ നമ്മളുടെ ഭക്തിയാണ് നോക്കുന്നത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ഭക്തി മാത്രമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം അത് ചെയ്യുക. അത് പൂർണ്ണമായിട്ട് ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് വീട്ടിൽ പൂജകളൊന്നും ചെയ്യുന്നില്ല, നമുക്ക് ഭഗവാന്റെ വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും വീട്ടിൽ കാണുമല്ലോ. ആ ഫോട്ടോയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഭഗവാൻ ഒരു തുളസിയിലയെങ്കിലും ഭഗവാന് സമർപ്പിക്കാനായിട്ട് നോക്കുക.
വീട്ടിൽ നമുക്കൊന്നും പൂജകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏതാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണൻ ക്ഷേത്രം, ഏതാണ് ഭഗവാന്റെ ക്ഷേത്രം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ഭഗവാന് പാൽപ്പായസം, മഞ്ഞപ്പട്ട് ഇതൊക്കെ നമുക്ക് അവിടെ വഴിപാടായിട്ട് തന്നെ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തുളസിമാല ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കാം. നെയ്വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ് ഈ ദിവസം. നെയ്വിളക്ക് കൊളുത്താൻ സാധിക്കുന്നവർ നമ്മുടെ വീട്ടിലാണെങ്കിലും ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഭഗവാനെ അലങ്കരിച്ച് അതിന് മുന്നിലായിട്ട് നമുക്ക് നെയ്വിളക്ക്, എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ്. അതും വളരെ ഉത്തമമാണ്, വളരെ ഐശ്വര്യപ്രദമാണ്. ഭഗവാന് സന്താന ഭാഗ്യത്തിന് വേണ്ടി വ്രതമെടുക്കുന്നവർ സന്താന ഗോപാലം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാരായണീയം, അതുപോലെ ഹരേ രാമ ഹരേ കൃഷ്ണ ഇതൊക്കെ നമുക്ക് 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പൂജയ്ക്കായിട്ടുള്ള തുളസി ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന് നമുക്ക് ഇറുത്തെടുക്കാൻ പാടില്ല. അത് തലേ ദിവസം തന്നെ പൂജയ്ക്കുള്ളതും മാലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തലേ ദിവസം തന്നെ അതെല്ലാം നുള്ളി വെക്കേണ്ടതാണ്. അതുപോലെ ഭഗവാന്റെ ജന്മാഷ്ടമി ദിവസം നമ്മൾ ഘോഷയാത്രകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഭഗവാനെ പോലെ അണിയിച്ചൊരുക്കി ഘോഷയാത്രയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ മക്കളെ അങ്ങനെ ഒരുക്കുമ്പോൾ, ഭഗവാനെ പോലെ ഒരുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ബാലാരിഷ്ടം മാറാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ബാലാരിഷ്ടമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ ഒരുക്കുന്നത് നല്ലതാണ്. അതുപോലെ ജന്മാഷ്ടമി ദിവസം നമ്മൾ ഭഗവാന്റെ പ്രിയപ്പെട്ട രാധാറാണിയെ മറക്കാൻ പാടില്ല. രാധാറാണിയെ പൂജിക്കുന്നതും അതുപോലെ രാധാനാമങ്ങൾ ചൊല്ലുന്നതും അഷ്ടപതി അറിയാവുന്നവർ അതൊക്കെ ചൊല്ലാം. അതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ജന്മാഷ്ടമി ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തി ദിവസം നന്നായി ആഘോഷിക്കും. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.